Hello all. 8th ക്ലാസ്സിലെ മെഷർമെന്റ് ആൻഡ് യൂണിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലെങ്ത് എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് അതായത് മീറ്റർ ആണ് ബേസിക് യൂണിറ്റ് പറഞ്ഞു. ഇനി അതിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റുകൾ ലെങ്ത്തിൻ്റെ സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, പ്രത്യേകിച്ച് NMMS പരീക്ഷയ്ക്കൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ബിഗർ യൂണിറ്റ് ഓഫ് ലെങ്ത്, നീളത്തിൻ്റെ വലിയ യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടാണ്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് കിലോമീറ്റർ. എന്താണ് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ? കിലോമീറ്റർ ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കിലോമീറ്റർ ടു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ്. രണ്ട് പ്ലേസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ്. മലപ്പുറം അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ ഒരു പ്രദേശത്തിൽ നിന്ന് കോഴിക്കോട് ഒരു പ്രദേശത്തിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നമ്മൾ മീറ്ററിലല്ലല്ലോ പറയാം. ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ 10, 100, 120 കിലോമീറ്റർ ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കുക. സോ കിലോമീറ്റർ എന്ന് പറയുന്നത് മീറ്ററിൻ്റെ അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ ഒരു വലിയ യൂണിറ്റ് ആണ്. നൗ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. 1000 മീറ്ററിനെയാണ് നമ്മൾ 1 കിലോമീറ്റർ. കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം അല്ലേ? 1000 നമുക്ക് 10⁻³ എന്ന് എഴുതാം. ഓക്കെ, 10ന്റെ മുകളിൽ ഒരു ചെറിയ 3 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. സോ 10⁻³ എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? 1000 ആണ്. ഓക്കെ, സോ 1 കഴിഞ്ഞിട്ട് എത്ര പൂജ്യം ഉണ്ടാക്കുക? ആ പൂജ്യത്തിന്റെ എന്താണ് വാല്യൂ 10⁻³ എന്ന രീതിയിൽ എഴുതാം. റൈറ്റ്, മനസ്സിലായോ? നൗ രണ്ടാമത്തെ ഒരു ബിഗർ യൂണിറ്റ് ഓഫ് ലെങ്ത്, നീളത്തിന്റെ മറ്റൊരു വലിയ യൂണിറ്റ് ആണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഷോർട്ട് ഫോം 1 AU എന്ന രൂപത്തിൽ എഴുതാം. നോ astronomical unit used for measuring distance to the planet or stars. അതായത് ഒരു പ്ലാനറ്റിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റ് അല്ലേ, ഒരു സ്റ്റാറിൽ നിന്ന് ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊരു നക്ഷത്രത്തിലേക്ക് എത്ര ദൂരമുണ്ട് എന്നതൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് അത് വലിയ ഒരു യൂണിറ്റ് ആണ്. അതിൻ്റെ യൂണിറ്റിൻ്റെ വാല്യൂ വരുന്നത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ആണ്. 1 AU = 15 crore കിലോമീറ്റർ. 15 crore 15 കോടി കിലോമീറ്റർ ആണ്. Now 1 astronomical unit is average distance ഫ്രം ദ എർത്ത് ടു സൺ. അതായത് ഭൂമിയിൽ നിന്ന് സണ്ണിലേക്കുള്ള ഒരു ശരാശരി ദൂരത്തെയാണ് നമ്മൾ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയാം. സോ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 15 കോടി കിലോമീറ്റർ ആണ്. സോ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ആണ്. ആൻഡ് തേർഡ് വൺ ഈസ് 1 ലൈറ്റ് ഇയർ. വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് 1 ലൈറ്റ് ഇയർ. പലപ്പോഴും പലരും ഇതൊരു ടൈമിൻ്റെ യൂണിറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഇയർ എന്ന് കാണുമ്പോൾ. പക്ഷേ ഇത് ടൈമിൻ്റെ യൂണിറ്റ് ആണോ? അല്ല. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് ഒരു വർഷത്തിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ടോ അതാണ് ആക്ച്വലി 1 ലൈറ്റ് ഇയർ വരുന്നത്. സോ ലൈറ്റ് ഇയർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ടു ദ പ്ലാനറ്റ് ഓഫ് സ്റ്റാർസ്. അതായത് പ്ലാനറ്റുകൾ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ സ്റ്റാറുകൾ തമ്മിലുള്ള ദൂരം അളക്കാൻ തന്നെയാണ് ലൈറ്റ് ഇയർ യൂസ് ചെയ്യുന്നത്. നൗ 1 ലൈറ്റ് ഇയർ ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. ഒരു വർഷത്തിൽ പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ട്? സോ പ്രകാശം ഒരു സെക്കൻഡിൽ എത്ര സഞ്ചരിക്കുന്നുണ്ട്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിക്കുന്നുണ്ട്. അത്രയും വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നുണ്ട്. സോ ഒരു സെക്കൻഡിൽ 3 × 10⁸, അതായത് 3 കോടി ദൂരം സഞ്ചരിക്കുന്നുണ്ട്. സോ മീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. സോ ഇവിടെ നോക്കൂ, ഒരു വർഷത്തിൽ അപ്പോൾ ഒരു സെക്കൻഡിൽ തന്നെ എത്ര സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ എത്ര സഞ്ചരിക്കുന്നുണ്ടാകും? സോ 1 ലൈറ്റ് ഇയർ = ദീസ് മച്ച് കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. ഓക്കെ, സോ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു വർഷത്തിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് 1 ലൈറ്റ് ഇയർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനലി വി ഹാവ് ടു ഡിസ്കസ് റിഗാർഡിംഗ് പാർസെക്. 1 പാർസെക് പലപ്പോഴും ചോദിക്കുന്നതാണ്. 1 പാർസെക് എന്താ? 1 പാർസെക് എന്ന് പറഞ്ഞാൽ പാർസെക് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ടു പ്ലാനറ്റ്. അതായത് ഇതും വലിയൊരു യൂണിറ്റ് ആണ്. അതായത് പ്ലാനറ്റുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ സ്റ്റാറുകൾ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് ഒരു സ്റ്റാർ തമ്മിലുള്ള ദൂരങ്ങളൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർസെക് യൂസ് ചെയ്യുന്നത്. 1 പാർസെക് = 3.26 ലൈറ്റ് ഇയർ ആണ്. ഓക്കെ, 3.26 ലൈറ്റ് ഇയർ ആണ്. സോ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പഠിച്ചു, 1 പാർസെക് പഠിച്ചു, 1 ലൈറ്റ് ഇയർ പഠിച്ചു, അതുപോലെ 1 കിലോമീറ്റർ പഠിച്ചു. മക്കൾ നന്നായിട്ട് ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. NMMS പരീക്ഷയ്ക്ക് വൺ വേർഡ് ആയിട്ട് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.